സിംഗപ്പൂരിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതോടെ വലഞ്ഞ് യാത്രക്കാർ. നിരവധി പേർ എയർപോർട്ടുകളിൽ കുടുങ്ങി. മുഴുവൻ സർവീസുകളും റദ്ദാക്കിയ എയർ ഇന്ത്യ. ദോഹയിൽ കുടുങ്ങിയത് ആയിരങ്ങൾ. ഓപ്പറേഷൻ സിന്ധുവിലൂടെ 45 മലയാളികൾ തിരിച്ചെത്തി. നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയാഘോഷം. പാണക്കാടെത്തി നന്ദി അറിയിച്ച് ഷൌക്കത്ത്. UDFന് വോട്ട് ചെയ്തത് വർഗീയവാദികളാണെന്ന് പറയുന്നവർ നിലമ്പൂരുകാരെ അപമാനിച്ചുവെന്ന് VD സതീശൻ. PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ കരുതലോടെ പ്രതികരിച്ച് കോൺഗ്രസ് നേതൃത്വം. എറണാകുളം പള്ളുരുത്തിയിലെ ആഷിഖിന്റെ മരണം കൊലപാതകം. പെൺസുഹൃത്തും ഭർത്താവും കസ്റ്റഡിയിൽ. കുറ്റം സംബന്ധിച്ച് ഭർത്താവ് ഷിഹാബ്. ആഷിഖിനെ വാഹനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പുല്ലാട് സ്കൂളിൽ അന്തിമോപചാരം അർപ്പിച്ച് നാട്ടുകാരും സുഹൃത്തുക്കളും. ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര നാളെ. അക്സിയം 4 വിക്ഷേപണം ചെയ്തത് ഉച്ചയ്ക്ക് 12:01. ഒരുക്കങ്ങൾ പൂർണ്ണമെന്ന് നാസ. ചികിത്സയിലുള്ള VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. VSനെ സന്ദർശിച്ച മുഖ്യമന്ത്രി. ലീഡ്സ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. 371 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് 117 റൺസ് എടുത്തു. ബെൻ ഡക്കറ്റിന് അർദ്ധ സെഞ്ചുറി. വിശദമായി നോക്കാം. വെടിനിർത്തൽ ധാരണയ്ക്ക് തൊട്ടു പിന്നാലെ പരസ്പരം ആക്രമണം നടത്തി ഇറാനും ഇസ്രായേലും. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ടെഹ്റാനിലെ ഇറാൻ റഡാർ തകർത്തായിരുന്നു ഇസ്രായേലിന്റെ തിരിച്ചടി. 12 ദിവസം നീണ്ടുനിന്ന സംഘർഷങ്ങൾക്കൊടുവിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ അറിയിച്ചു. ഖത്തറിലെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ നാടകീയ നീക്കങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയെന്നും 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനം. പിന്നാലെ വെടിനിർത്തൽ അംഗീകരിച്ച് ഇരു രാജ്യങ്ങളും രംഗത്തെത്തി. 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേലിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. പിന്നാലെ ശക്തമായി പ്രതികരിച്ച് ഇസ്രായേൽ രംഗത്തെത്തി. ഇറാൻ വെടിനിർത്തൽ ധാരണ ലംഘിച്ചെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു. ടെഹ്റാനിൽ ഇറാന്റെ റഡാർ സംവിധാനം സ്ഫോടനത്തിൽ തകർത്തെന്ന് ഇസ്രായേലി ആർമി റേഡിയോ സ്ഥിരീകരിച്ചു. ഇസ്രായേൽ സംയമനം പാലിക്കണമെന്ന് നെതന്യാഹുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം. ഇരു രാജ്യങ്ങളും ധാരണ ലംഘിച്ചെന്ന് നാറ്റോ യോഗത്തിലേക്ക് യാത്ര തിരിക്കും മുൻപ് ട്രംപിന്റെ പ്രതികരണം. I don't think so, but I'm not happy that Israel's going out now. There was one rocket that I guess was fired overboard. It was after the time limit and it missed its target. And now Israel's going out. These guys got to calm down. Ridiculous. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട വ്യോമത്താവളങ്ങൾ ഖത്തർ തുറന്നു. വിമാന സർവീസ് പുനരാരംഭിച്ചു. പിന്നാലെ കുവൈറ്റും വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനിറങ്ങിയ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അപ്രതീക്ഷിത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഇസ്രായേലിന്റെ ജനവാസ മേഖലകളിലും US-ന്റെ സൈനിക താവളങ്ങളും ആക്രമിച്ചായിരുന്നു ഇറാന്റെ മറുപടി. ഒടുവിൽ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് തന്നെ വെടിനിർത്തലിനായി രംഗത്തിറങ്ങേണ്ടി വന്നു. അതേസമയം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ഇറാന് ഏറ്റുവാങ്ങേണ്ടി വന്നത് കനത്ത നാശനഷ്ടമാണ്. ലോകരാജ്യങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ 12 ദിനങ്ങൾ. ഇരു രാജ്യങ്ങളിലുമായി നിരവധി പേർ കൊല്ലപ്പെട്ടു. പരുക്കേറ്റവരുടെ എണ്ണവും ഒട്ടും കുറവല്ല. നാശനഷ്ടങ്ങൾ വേറെയും. കൂടുതൽ പ്രഹരം ഏൽക്കേണ്ടി വന്നത് ഇറാന് തന്നെ. സൈനിക ആണവ കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ, സൈനിക മേധാവി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നിരവധി പേരെയും ഇസ്രായേൽ ആക്രമണത്തിൽ
ഇറാന് നഷ്ടപ്പെട്ടു. ലോകത്തിലെ തന്നെ പേരുകേട്ട ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകളെ പോലും മറികടന്നായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം. ടെല്ലവീവിലും ഹൈഫയിലും ജെറുസലേമിലുമെല്ലാം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും നാശം വിതച്ചു. ഇറാനെ ഒറ്റയ്ക്ക് കീഴടക്കാൻ ഇസ്രായേലിന് ആകില്ലെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഒടുവിൽ നേരിട്ടിറങ്ങി. അപ്രതീക്ഷിത ആക്രമണത്തിൽ B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചു. ഇതോടെ ഇറാൻ കീഴടങ്ങുമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് തെറ്റി. ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചായിരുന്നു ഇറാന്റെ മറുപടി. ഒടുവിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. പിന്നാലെ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക്. സംഘർഷഭരിതമായ പശ്ചിമേഷ്യയിൽ ഇനി സമാധാനത്തിന്റെ നാളുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലേക്കുള്ള മുഴുവൻ സർവീസുകളും എയർ ഇന്ത്യ റദ്ദാക്കി. ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കാനാണ് ആലോചന. ഖത്തർ എയർവേസും സർവീസുകൾ ഒഴിവാക്കി. മനാമ, ദുബായ്, കുവൈറ്റ്, ദോഹ എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ഒമാൻ എയർവേസും റദ്ദാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ വ്യോമഗതാഗതം താറുമാറായതോടെ വലഞ്ഞ് യാത്രക്കാർ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 17, കണ്ണൂരിൽ നിന്ന് 12, തിരുവനന്തപുരത്ത് നിന്ന് 8 സർവീസുകളും ഇന്ന് റദ്ദാക്കി. വ്യോമപാത തുറന്നെങ്കിലും സർവീസുകൾ സാധാരണ നിലയിലായിട്ടില്ല. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ അനന്തരഫലമായി കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഉൾപ്പെടെ റദ്ദ് ചെയ്യുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. അതേ തുടർന്ന് യാത്രക്കാർ നിരവധി പേരാണ് വലഞ്ഞത്. നിരവധി സർവീസുകളാണ് എയർ ഇന്ത്യയും ഇത്തിഹാദും ഇൻഡിഗോയും ഉൾപ്പെടെ നിരവധി സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിനൊപ്പം തന്നെ യാത്രക്കാർക്ക് വേണ്ട ഇൻഫർമേഷനോ നൽകാത്തതിന്റെ സാഹചര്യത്തിൽ പലരും വലഞ്ഞു, പലരും വിമാനത്താവളത്തിൽ കുടുങ്ങി. പ്രധാനമായിട്ടും നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ഈ ലഗേജും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മൾ തള്ളിക്കൊണ്ട് നടക്കുക. നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിൽ ഔട്ട് സൈഡിൽ പോകണം. കാരണം ഇതിനകത്തുള്ളതിന് പൈസയുടെ കൂടുതൽ. അപ്പോൾ നമുക്ക് ഔട്ട് സൈഡിൽ പോയാൽ നമുക്ക് ഒരു നോർമലായിട്ട് ഭക്ഷണം കഴിക്കാം. ഈ ലഗേജ് ഒന്ന് വെക്കണമെന്നായിട്ട് നിൽക്കുമ്പോഴേക്ക് താഴെ പോയിട്ട് ഒരു ലോക്ക് ടവറോ എന്തോ ഒരു റൂമുണ്ട് അവിടെ വെക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത് 4 മണിക്കൂറത്തേക്ക് 650 രൂപയും 1 മണിക്കൂറത്തേക്ക് 100 രൂപ വെച്ചും കൊടുക്കണം. നമ്മൾ ഈ പൈസ കരുതിയല്ല ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെക്കാട്ടും വലിയ കഷ്ടപ്പാടിലേക്ക് വരുന്നു. ഇവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്നും 17 സർവീസുകളാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കണ്ണൂരിൽ നിന്നും അത് 12 തിരുവനന്തപുരത്തു നിന്നും 8 സർവീസുകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്നും നിരവധി വിമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. ദുബായിക്ക് നമ്മളെ എയർ ഇന്ത്യയിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഇൻഫർമേഷൻ തന്നില്ല. ഇന്ന് ക്യാൻസലാവുമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മളറിയുന്നത് ഇത് ക്യാൻസലായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരിൽ വരുന്ന. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്തായാലും ഉണ്ടല്ലോ. പിന്നെ ഇവിടെ വന്നിട്ട് റീഫണ്ട് അവർ അറിയിക്കാൻ നമുക്ക് പ്രശ്നമില്ല, നമ്മളൊന്നും വരില്ല. പക്ഷെ റീഫണ്ട് അവർ പറയണത് ഇനിയിപ്പോൾ ഇനിയൊരു ഷെഡ്യൂൾ ഉണ്ട്, പക്ഷെ അത് അവർക്ക് ഉറപ്പില്ല തരാൻ. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പോൾ ഏതായാലും വേറെ ഇത്തിഹാദ് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് ഫ്രഷ് ടിക്കറ്റ് എടുത്ത് അപ്പോഴത്തേനും കൗണ്ടർ ക്ലോസായി. 9 മണിക്ക് ക്ലോസായി. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 9:15. അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ രാത്രികൾക്ക് ഒരു എമിറേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഇത്തിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് വിമാന സർവീസുകൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയത് കൊണ്ട് ഉണ്ടായത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഓപ്പറേഷൻ
സിന്ധുവിന്റെ ഭാഗമായി 26 മലയാളികൾ കൂടി തിരിച്ചെത്തി. 14 പേർ ഇറാനിൽ നിന്നും 12 പേർ ഇസ്രായേലിൽ നിന്നുമാണ് മടങ്ങിയെത്തിയത്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, എറണാകുളം, കൊല്ലം ജില്ലകളിൽ നിന്നുള്ളവരാണ് മടങ്ങിയെത്തിയവർ. ഇസ്രായേലിൽ നിന്ന് 2 വിമാനങ്ങളിലായി 326 പേരാണ് ഡൽഹിയിലെത്തിയത്. ഇറാനിൽ നിന്നും 292 പേരെയും ഇന്ന് ഡൽഹിയിലെത്തിച്ചു. ഇതുവരെ 2500-ലധികം പൌരന്മാരാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ തുടർന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയത്. പാണക്കാടത്തെ പച്ചലഡു പങ്കിട്ട് നിലമ്പൂരിലെ വിജയത്തിന് നന്ദി പറഞ്ഞ ആര്യാടൻ ഷൌക്കത്ത്. നിലമ്പൂരിൽ ലീഗായിരുന്നു പ്രചാരണത്തിന് തുടക്കമിട്ടതെന്നും നന്ദിയുണ്ടെന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു. കേരളത്തെ വീണ്ടെടുക്കാനുള്ള യാത്രയുടെ തുടക്കമാണിതെന്നുമായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ആര്യാടൻ ഷൌക്കത്ത് ആദ്യം സന്ദർശിച്ചത് പാണക്കാടാണ്. ഏറനാട് MLA PK ബഷീറിനൊപ്പമായിരുന്നു ഷൌക്കത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തിയത്. മഞ്ചേരി MLA UA ലത്തീഫും ജില്ലയിലെ പ്രധാന ലീഗ് നേതാക്കളും ആര്യാടൻ ഷൌക്കത്തിനെ സ്വീകരിച്ചു. പച്ച ലഡു പങ്കിട്ടായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആര്യാടൻ ഷൌക്കത്തിനെ അഭിനന്ദിച്ചത്. കൂട്ടായ്മയുടെ വിജയമാണ് നിലമ്പൂരിലേതെന്നും കേരളത്തെ വീണ്ടെടുക്കാനുള്ള യാത്രയുടെ തുടക്കമാണിതെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇതൊരു കൂട്ടായ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു വിജയമാണ്. കൂട്ടുത്തരവാദിത്വം അതാണ് അവിടെ വിജയിച്ചത്. ഓരോരുത്തരും ഏൽപ്പിച്ചത് അത് ഭംഗിയായി നിർവഹിച്ചു. അതിന്റെ ഫലം നമുക്ക് ആ പോളിംഗ് ദിനത്തിൽ കാണുവാൻ സാധിച്ചു. ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിന്റെ ഒരു വികാരമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നമുക്ക് കാണുവാൻ കഴിയും. പാണക്കാടുമായുള്ള ദീർഘകാലത്തെ ആത്മബന്ധം പറഞ്ഞുകൊണ്ടായിരുന്നു ഷൌക്കത്തിന്റെ പ്രതികരണം. മുൻപ് കുഞ്ഞാക്കയും കുഞ്ഞാപ്പയുമായിരുന്നു മലപ്പുറത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയിരുന്നത്. കുഞ്ഞാക്ക ഇല്ലെങ്കിലും കുഞ്ഞാപ്പ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നിൽ നിന്നു. മുസ്ലിം ലീഗിന് നന്ദി. എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാൽ തീരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിന് കുഞ്ഞാക്കയില്ല. ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. മലപ്പുറം സിവിൽ സ്റ്റേഷന് മുമ്പിലെ ആദിവാസി ഭൂസമര പന്തലിലും ആര്യാടൻ ഷൌക്കത്ത് സന്ദർശനം നടത്തി. നിലമ്പൂരിലെ എല്ലാ പഞ്ചായത്തുകളിലും റോഡ് ഷോ നടത്തി പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ഷൌക്കത്തിന്റെ വിജയാഘോഷം. ഇന്ന് കിട്ടാവുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് പ്രിയപ്പെട്ട ആര്യാടൻ ഷൌക്കത്ത്. ന്യൂസ് 18 മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്തത് വർഗീയവാദികളെന്ന LDF ആരോപണത്തിൽ M സ്വരാജിനെ കുറ്റപ്പെടുത്താനില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ഇടത്തെ കൈ PDPയുടെ തോളിലും വലത്തെ കൈ ആസാമിയുടെ തോളിലുമായിരുന്നുവെന്ന് സ്വരാജ് ഓർക്കണമെന്നും PD സതീശൻ. ഇടത്തെ കൈ PDPയുടെ തോളിലും വലത്തെ കൈ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ആസാമിയുടെ തോളിലുമായിരുന്നു. 2 കൈകളും ആരുടെ തോളിലായിരുന്നു എന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് വർഗീയവാദികളും തീവ്രവാദികളുമാണ്. നിങ്ങൾ ഈ നിലമ്പൂരിലെ ജനങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്. അത് 5 വർഷത്തേക്കുള്ള മാൻഡേറ്റ് ആണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഭരിക്കട്ടെ. അവർ വഷളായി. അവർക്ക് ഇനി അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അവരൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല, അതൊരു തീവ്ര വലതുപക്ഷ സർക്കാരാണ്. BJPയുമായി ഒരു അവിശുദ്ധമായ ബാന്ധവം ഉണ്ടാക്കിയിരിക്കുന്ന സർക്കാരാണ്. ഡൽഹിയിലിരിക്കുന്ന ഏമാന്മാരെ പേടിച്ചു ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ജനങ്ങളെ മറന്നുപോയവരാണ്, മുതലാളിത്ത മനോഭാവമുള്ളവരാണ്, സാധാരണക്കാരെ മറന്നുപോയവരാണ്. അതിനൊക്കെയാണ് ജനം പ്രതിഫലം കൊടുത്തത്. ഇസ്ലാമി ബന്ധത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടു. കണ്ണൂർ മുൻ ബ്ലോക്ക് പ്രസിഡന്റും എടക്കാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ KV രവീന്ദ്രനാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPMൽ ചേർന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MP ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാകേഷ് എന്നിവർ രവീന്ദ്രനെയും കുടുംബത്തെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. കോൺഗ്രസ് ഗാന്ധിസവും മതേതരത്വവും കൈവിട്ടുവെന്നും ഈ ആശയങ്ങൾ മുറുകെ പിടിക്കുന്നവർക്ക് ഇനി കോൺഗ്രസിൽ തുടരാനാവില്ലെന്നും KV രവീന്ദ്രൻ പറഞ്ഞു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം പൊതുദർശനത്തിന് വെച്ച് പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെത്തി നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. കുടുംബാംഗങ്ങളുടെ മാത്രം സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. രാവിലെ 7 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ എന്നിവർ ചേർന്ന്
രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങി. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തുടങ്ങി നിരവധി പേർ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. 9:30 പോലീസ് അകമ്പടിയിൽ മൃതദേഹം ജന്മനാട്ടിൽ. രഞ്ജിത 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിന്റെ മുറ്റത്ത് പ്രത്യേകം സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് നാട് കാത്തിരുന്നത്. ഉച്ചയ്ക്ക് 1:30 വരെ ഇവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി VN വാസവൻ മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. അങ്ങേയറ്റം വേദനാജനകവും ദുഃഖകരവുമായ ഒരു വാർത്ത നമ്മളെല്ലാം കേട്ടു. ഇപ്പോൾ ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എത്തിച്ചേർന്നത്. 1:30 പുതുതായി പണി കഴിപ്പിച്ച വീട്ടിൽ പ്രിയപ്പെട്ട മക്കളുടെയും അമ്മയുടെയും അടുത്തേക്ക് രഞ്ജിതയുടെ അവസാനമടക്കം. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മാത്രം സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 പത്തനംതിട്ട. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. മരുന്നുകളോട് VS പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ VSനെ സന്ദർശിച്ചു. പട്ടം SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. കാർഡിയോളജിസ്റ്റും ന്യൂറോളജിസ്റ്റും ഉൾപ്പെട്ട വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് VSനെ ചികിത്സിക്കുന്നത്. രാവിലെ 11 മണിയോടെയായിരുന്നു പിണറായി വിജയൻ VSനെ സന്ദർശിക്കാനെത്തിയത്. VSന്റെ കുടുംബത്തോടും ഡോക്ടർമാരോടും മുഖ്യമന്ത്രി ആരോഗ്യവിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇന്നലെ രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VSനെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2019 മുതൽ അനാരോഗ്യത്തെ തുടർന്ന് വിശ്രമത്തിലാണ് VS. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം പള്ളുരുത്തി സ്വദേശി ആഷിഖിന്റെ മരണം കൊലപാതകം. ആഷിഖിന്റെ പെൺസുഹൃത്തും ഭർത്താവും കസ്റ്റഡിയിൽ. ഭർത്താവ് ഷിഹാബ് കുറ്റം സമ്മതിച്ചു. കഴിഞ്ഞ ദിവസമാണ് നിർത്തിയിട്ട വാനിന്റെ ഉള്ളിൽ ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇടക്കൊച്ചി കണ്ണങ്ങാട് പാലത്തിനു സമീപം ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട വാനിനകത്തെ മുൻ സീറ്റിലാണ് ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപകടത്തിൽ പരിക്കേറ്റെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ആഷിഖ് വിളിച്ചെന്നാണ് പെൺസുഹൃത്ത് പോലീസിന് നൽകിയ മൊഴി. യുവതിയുമായി ആഷിഖ് അടുപ്പത്തിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആത്മഹത്യ ചെയ്തതാകാമെന്നുമാണ് കുടുംബം കരുതിയത്. എന്നാൽ മൃതദേഹത്തിൽ മുറിവുകൾ കണ്ടതോടെയാണ് കൊലപാതകമാണെന്ന സംശയം തോന്നിയതെന്ന് ആഷിഖിന്റെ പിതാവ് അക്ബർ ന്യൂസ് 18നോട് പറഞ്ഞു. കൊലപാതകമാണെന്ന് തോന്നുന്നത് എല്ലാം എറണാകുളം ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ ഡ്യൂട്ടിയുടെ പോലീസുകാരൻ വിളിച്ച് പറഞ്ഞ് ആൾ മരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ലേഡി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും എൻ്റെ രണ്ടാമത്തെ കളയും കൂടി ചെന്നിട്ടാണ് കണ്ടത്. ആ ഡെഡ് ബോഡി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം സാധാരണ ഒരു ആക്സിഡൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെയോ അല്ല, ഒരു മൽപ്പിടുത്തത്തിൻ്റെയും 2-3 പേര് ലോക്ക് ചെയ്തേക്കുന്നതിൻ്റെ സംഭവമാണ് എനിക്ക് ആ ശരീരത്തിൽ കാണാൻ കഴിഞ്ഞത്. 2 തുടകളിലും ആഴത്തിലുള്ള മുറിവുകൾ, കഴുത്തിൽ മുറുക്കി പിടിച്ചതിൻ്റെ പാടുകൾ, പാ തുറന്നിരിക്കുന്നു, കണ്ണ് തുറിച്ചിരിക്കുന്നു. അതൊരിക്കലും ഒരു ആക്സിഡന്റ് സംഭവിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. ഇരു കാലുകളിലും തുടകളിലും കാൽത്തണ്ടയിലും ആഴത്തിൽ മുറിവേൽപ്പിച്ച് രക്തം നഷ്ടപ്പെട്ടാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുടുംബത്തിന്റെ പരാതിയിൽ യുവതിയെയും ഭർത്താവിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതക വിവരം അറിയുന്നത്. യുവതിയും ആഷിഖുമായി അടുപ്പത്തിലായിരുന്ന കാര്യം ഭർത്താവിന് അറിയാമായിരുന്നുവെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസ് സംശയിക്കുന്നത്. പീഡിപ്പിച്ചുവെന്നാരോപിച്ച് ആഷിഖിനെതിരെ 2 മാസം മുൻപ് യുവതി പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ കായലോട് യുവതിയെയും ആൺ സുഹൃത്തിനെയും പരസ്യ വിചാരണയ്ക്കിരയാക്കിയ കേസിലെ പ്രതികളിൽ 2 പേർ വിദേശത്തേക്ക് കടന്നെന്ന് സൂചന. SDPI പ്രവർത്തകരായ സുനീർ, സക്രിയ എന്നിവരാണ് വിദേശത്തേക്ക് കടന്നെന്നുള്ള സംശയമുള്ളത്. പിണറായി സ്റ്റേഷനിലെ പോലീസ് പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കേസിലെ മറ്റ് 3 പ്രതികളെ റസീനയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. SDPI പ്രവർത്തകരായ മുബഷീർ, റഫ്നാസ്, ഫൈസൽ എന്നിവർ റിമാൻഡിൽ തുടരുകയാണ്. 3 പേർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മയിൽ സ്വദേശി റഹീസിന്റെ പരാതിയിൽ 5 അംഗ സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തത്.
മന്ത്രവാദ ആഭിചാര നിരോധന നിയമം നടപ്പാക്കേണ്ടത് മന്ത്രിസഭായോഗം തീരുമാനിച്ചുവെന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ. ജസ്റ്റിസ് കെ.ടി. തോമസ് അധ്യക്ഷനായ കമ്മീഷൻ 2019 നൽകിയ ശുപാർശ നടപ്പാക്കേണ്ടതില്ലെന്നാണ് തീരുമാനമെന്ന് സർക്കാർ അറിയിച്ചു. പൊതുതാൽപര്യ ഹർജിയിൽ ഹർജിക്കാർ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ സംസ്ഥാന സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. ഡെപ്യൂട്ടി സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറി സത്യവാങ്മൂലം നൽകണമെന്നും നിർദ്ദേശം നൽകി. 3 ആഴ്ചയ്ക്കകം വിശദമായ സത്യവാങ്മൂലം നൽകണം. മന്ത്രവാദവും ആഭിചാരവും നിരോധിച്ച് നിയമനിർമ്മാണം നടത്തണോ എന്നതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം നിയമസഭയ്ക്കുണ്ടെന്നും ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകാനാവില്ലെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. മന്ത്രവാദ ആഭിചാര നിരോധന നിയമം നടപ്പാക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘം നൽകിയ ഹർജി ഹൈക്കോടതി ജൂലൈ 15 വീണ്ടും പരിഗണിക്കും. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിയന്ത്രിക്കേണ്ടത് തന്നെയാണ് എന്നാണ് കാഴ്ചപ്പാടെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ബില്ലിൽ പൊതുജനാഭിപ്രായം തേടേണ്ടതുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികാചരണത്തിൽ ജി സുധാകരനെ ഒഴിവാക്കി CPM പുന്നപ്രയിലെ ജി സുധാകരന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച ജി സുധാകരനെ ഒഴിവാക്കിയത്. ജി സുധാകരനും പാർട്ടി നേതൃത്വവുമായുള്ള ഭിന്നത നേരത്തെ ആരംഭിച്ചതാണ്. പാർട്ടി വേദികൾ തനിക്ക് അവഗണനയെന്ന പരാതി സുധാകരൻ മുമ്പും പരസ്യമാക്കിയിരുന്നു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് CPM സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് പുതിയ വിവാദം. സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രമാണ് പരിപാടിയുടെ സംഘാടകർ. പുന്നപ്രയിലെ ജി സുധാകരന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥ ബന്ധപ്പെട്ട പരിപാടിയാണ്. അങ്ങനെയൊക്കെ വേണമെന്നല്ലേ നമ്മുടെ പൊതു ധാരണ. നാളെ നടക്കുന്ന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാറാണ്. ജില്ലാ സെക്രട്ടറി ആർ നാസർ, എച്ച് സലാം MLA എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. VS-നെ ചതിച്ചത് പാർട്ടിയിലെ യൂദാസുമാരാണെന്ന കവിത എഴുതിയാണ് അടുത്തിടെ സുധാകരൻ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് നടത്തിയ നീക്കം. ന്യൂസ് 18 ആലപ്പുഴ. ശശി തരൂരിന്റെ മോദിയെ പുകഴ്ത്തലിൽ നിലപാട് പാർട്ടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശശി തരൂർ മുതിർന്ന നേതാവ്, താൻ പ്രതികരണത്തിനില്ല. അൻവർ വിഷയത്തിൽ നോ കമന്റ്സ് എന്നും സതീശൻ. ഞാൻ അവരെക്കുറിച്ചൊന്നും കമന്റ് പറയുന്നില്ല. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ച ഇന്നും പ്രചോദനവും പ്രസക്തവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിനും സ്വതന്ത്ര ഇന്ത്യ എന്ന സ്വപ്നത്തിനും കൂടിക്കാഴ്ച അർത്ഥം നൽകി. ഗുരുദേവൻ നിലകൊണ്ടത് സമത്വത്തിന് വേണ്ടിയാണെന്നും ശതാബ്ദി ആഘോഷം ഡൽഹി വിഗ്വാൻ ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശയാത്ര നാളെ. ആക്സിയം 4 നാളെ നടക്കുമെന്ന് നാസ അറിയിച്ചു. ഇന്ത്യൻ സമയം 12:01 വിക്ഷേപണം 7 തവണ മാറ്റിവെച്ച ദൌത്യമാണ് നാളെ നടക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 4ാമത്തെ സ്വകാര്യ വാണിജ്യ ദൌത്യമാണ് ആക്സിയം 4. സുരേഷ് ഗോപി ചിത്രം JSKയുടെ പ്രദർശനാനുമതി വൈകുന്നു. ചിത്രത്തിന് ഇതുവരെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. ഇതോടെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കം തുടങ്ങി. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 995, പവന് 72,760. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,490, പവന് 59,920. വെള്ളി ഗ്രാമിന് 119, കിലോയ്ക്ക് 1,09,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ 70-കാരിക്ക് തെരുവുനായ ആക്രമണത്തിൽ ഗുരുതര പരിക്ക്. ചാലിൽ സ്വദേശി യശോദയെയാണ് തെരുവുനായ ആക്രമിച്ചത്. യശോദയുടെ ചുണ്ടും കവിളും നായ കടിച്ചു കീറി. നടന്നു പോകുന്നതിനിടെയായിരുന്നു തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. കൈക്കും കാലിനും കടിയേറ്റ യശോദയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണം. യുവാവ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. MS കോളനിയിലെ താമസക്കാരനായ രാജീവിന് നേരെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. രാജീവിന്റെ സ്കൂട്ടർ കാട്ടുപോത്ത് നശിപ്പിച്ചു.
തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലംകോട് സ്കൂൾ ബസ്സിൽ KSRTC ബസ് ഇടിച്ച അപകടം 5 കുട്ടികൾക്ക് പരിക്ക്. ആറ്റിങ്ങൽ ഡയറ്റ് സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആലംകോട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ്സിലാണ് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ KSRTC ബസ് ഇടിച്ചത്. കുട്ടികളുടെ പരിക്ക് സാരമുള്ളതല്ല. ഇവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൂർണ്ണമാകുന്നു ലൈവ് at 6. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. നമസ്കാരം.